ബാലചന്ദ്രൻ റൂമിൽ വന്നിട്ട് ആ വോയിസൊക്കെ കേൾക്കുകയാണ്. ആ കേൾക്കുമ്പോൾ ആദ്യം തന്നെ അലീന പറയുന്നതാണ് കേൾക്കുന്നത്. ഞാൻ പോവാണ് മോളെ, 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ വരും. എനിക്കിവിടുത്തെ ജോലി മതിയായി. എന്നോട് പൊക്കോളാൻ പറഞ്ഞു മാഡം എന്നൊക്കെയുള്ളത് കേൾക്കണം. അതൊക്കെ കേട്ടിട്ട് ബാലചന്ദ്രൻ ആകെ വല്ലാതാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയോട് ഇങ്ങനെ വൈജയന്തി പോവാൻ പറഞ്ഞു എന്നുള്ള കാര്യം കേട്ടിട്ട് അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്തിനാണ് 2 ദിവസം നിൽക്കുന്നത്, ഇന്ന് തന്നെ അങ്ങോട്ട് ഇറങ്ങിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പറ്റില്ല മോളെ, എനിക്ക് യാത്ര പറയണ്ടേ ഇവരോടൊക്കെ, പ്രത്യേകിച്ച് ബാലചന്ദ്രൻ സാറിനോട്. എന്നോട് ഒട്ടും സ്നേഹം കാണിക്കില്ല എന്ന് കരുതിയ ആളാണ് എനിക്ക് കൂടുതൽ സ്നേഹവും പരിഗണനയും സപ്പോർട്ടും ഒക്കെ തന്നത്. അദ്ദേഹത്തോട് എനിക്ക് യാത്ര പറയണം. അതുപോലെ മനുവേട്ടനല്ലേ എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്, മനുവേട്ടനോടും യാത്ര പറയണം എന്ന് രേവതിക്കുട്ടിയോട് അലീന ഇങ്ങനെ പറയണം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് നിൽക്കുകയാണ് കേട്ടോ ബാലചന്ദ്രൻ. പിന്നീട് രേവതിക്കുട്ടി പറയുന്നുണ്ട്, എന്നാലേ ചേച്ചി ആ സ്ത്രീയോടും 2 വാക്ക് പറഞ്ഞിട്ടേ പോരാവൂ. ആരും കേൾക്കാതെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരോട് പറയണം, പരട്ട തള്ളെ, നിങ്ങൾ 22 വർഷം മുൻപ് പ്രസവിച്ചിട്ട് പോയ മകളാണ് ഞാൻ. നിങ്ങളെ കാണാനും കൂടെ ജീവിക്കാനും 2 വാക്ക് സംസാരിക്കാനൊക്കെ ആയിട്ട് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇനി ഒരിക്കലും കാണാൻ വരില്ല എന്നൊക്കെ പറഞ്ഞ് 2 വാക്ക് അങ്ങോട്ട് തുറന്ന് പറഞ്ഞേക്കണം എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയാണ് രേവതിക്കുട്ടി. ഇതൊക്കെ കേട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് ബാലചന്ദ്രൻ. പിന്നീട് കാണിക്കുന്നത് മാമച്ചാനും ഗ്രേസിമയും രേവതിക്കുട്ടിയും കൂടെ ഷെറിൻ്റെ വീട്ടിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ വീടിൻ്റെ മുറ്റത്ത് കാറ് നിർത്തിയിട്ട് രേവതിക്കുട്ടി പറയുന്നുണ്ട്, മാമച്ചാൻ കാറ് നിർത്തുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ആരെയും കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, നീ വരുമെന്ന് അവരോട് വിളിച്ച് പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അതല്ല, എന്നാലും കാറിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് നോക്കേണ്ടതല്ലേ എന്ന് പറയാണ് രേവതിക്കുട്ടി. നമുക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാലോ, അതിനല്ലേ നമ്മൾ വന്നത് എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി എന്ന് മാമച്ചാൻ പറയാട്ടോ. അങ്ങനെ എല്ലാവരും കൂടി കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. രേവതിക്കുട്ടിയാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട് മൊത്തം ഇങ്ങനെ നോക്കുകയാണ്. ഇത് കൊള്ളാലോ എന്ന് പറയുന്നുണ്ട്. വാ നമുക്ക് അകത്തേക്ക് കയറാമെന്ന് പറഞ്ഞ് മാമച്ചാൻ അവർ വിളിക്കുകയാണ്. അങ്ങനെ കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ട്. ആ സമയത്ത് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ഇവിടെ ആരൊക്കെയുണ്ട് ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ, മുൻപ് ഒരുപാട് പേരുണ്ടായിരുന്നു, ചേട്ടനും അനിയനും പെങ്ങന്മാരും അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ മക്കളും കുറേ പേരുണ്ടായിരുന്നു. ഇപ്പം ആരൊക്കെ ഉണ്ടെന്നൊന്നും അറിയത്തില്ല എന്ന് പറയണം. ആ സമയത്ത് ഒരു പെൺകുട്ടി വന്ന് ഡോറ് തുറക്കുകയാണ്. അവൾ ചോദിക്കുന്നുണ്ട് ആരാന്ന് ചോദിക്കുമ്പോൾ ഗ്രേസമ്മയാണ് പറയുന്നത്, ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വരികയാണ്, ഞങ്ങൾ കുറേ മുൻപ് ഇവിടെ വന്നിട്ടുണ്ട്, ഒരു 3-4 വർഷം മുൻപ്, അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത് എന്ന് പറയാട്ടോ. അപ്പോൾ ആ പെൺകുട്ടി അവരെ വിളിച്ച് അകത്തേക്ക് കയറ്റിയിരുത്തുകയാണ്. രേവതിക്കുട്ടിയോടും കയറി വരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, മോളുടെ പേരെന്താണ്, നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഞാൻ ആൻസി, ഇവിടുത്തെ റോബിച്ചൻ്റെ വൈഫാണ് എന്ന് പറയാട്ടോ. എന്നിട്ട് ആ കൊച്ച് പറയുന്നുണ്ട്, 2 വർഷമായുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, അതാണ് പരിചയമില്ലാത്തത് എന്ന് പറയാട്ടോ. ആ സമയത്ത് തന്നെ ഒരു സ്ത്രീയുടെ ശബ്ദം കേൾക്കുകയാണ്, എന്നെ കൊല്ലാനിട്ടേക്കാണോ, ആരുമില്ലേ ഇവിടെ തുറന്നു വിടാൻ, നാട്ടുകാരെ ഓടിവായോ, എന്നെ ഒന്ന് തുറന്നു വിട്ടേ എന്ന് ഭയങ്കര ശബ്ദം, ഒരു ഭ്രാന്ത് പിടിച്ചതുപോലെ അലറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഗ്രേസമ്മയും മാമച്ചാനും രേവതിക്കുട്ടിയും ഷോക്കായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ആൻസി പറയുന്നുണ്ട്, 1 മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാവേ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവാണ്. ആ സമയത്തും ആ സ്ത്രീ ശബ്ദം കേൾക്കുന്നുണ്ട്, തുറന്ന് വിടടി, എന്നെ തുറന്ന് വിട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശബ്ദം കേൾക്കണം. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, തലയ്ക്ക് സുഖമില്ലാത്ത ആരോ ഉണ്ടെന്ന് തോന്നുന്നു, ഭ്രാന്ത് പിടിച്ചതുപോലെ പറയുന്നത് കേട്ടില്ലേ എന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ, പതുക്കെ പറയടി എന്ന് പറഞ്ഞ് ഗ്രേസമ്മ താക്കീത് ചെയ്യാണ് രേവതിക്കുട്ടിയെ. എന്നിട്ട് ഗ്രേസമ്മ ഇങ്ങനെ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഭിത്തിയിൽ ഇങ്ങനെ ഒരു അമ്മച്ചിയുടെ പടം കാണുകയാണ്, മാലയിട്ട് വെച്ചിട്ട്. അയ്യോ എന്ന് പറഞ്ഞ് ഷോക്കാവുന്നുണ്ട്. എന്താ ഇത്, ഷെറിൻ്റെ അമ്മച്ചിയല്ലേ, ഷെറിൻ്റെ അമ്മച്ചി മരിച്ചു പോയോ എന്നിങ്ങനെ ചോദിക്കണം. ആ സമയത്ത് തന്നെ വീണ്ടും ആ സ്ത്രീ ശബ്ദം കേൾക്കണം, എന്നെ തുറന്നു വിടടി, മാറി നിൽക്കടി, എന്നെ വിടടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം മറ്റേ ആൻസി പറയുന്നതും കേൾക്കുന്നുണ്ട്, അടങ്ങിയിരിക്കുക, ഇവിടെ ഇരിക്കുക, പുറത്തേക്ക് ഇറങ്ങി ഓടരുത് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. നീ പോടി, നീ മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ സ്ത്രീ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഗ്രേസമ്മയും മാമച്ചാനും രേവതിക്കുട്ടിയും അങ്ങോട്ടേക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് റൂമിൻ്റെ കതക് തുറന്നുകൊണ്ട് ഷെറിൻ ഒരു ഭ്രാന്തി പോലെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഓടി വരികയാണ്. മാമച്ചായനെയും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും കണ്ടിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവളുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് മാമച്ചായനും രേവതിക്കുട്ടിയും ഗ്രേസമ്മയൊക്കെ ഷോക്കായിട്ട് എഴുന്നേറ്റ് പോവുകയാണ്. ഇവരെയൊക്കെ കണ്ടപ്പോൾ ഷെറിൻ ഒന്ന് അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് പതുക്കെ ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ആരാ, എവിടെ നിന്നാണ് വരുന്നത്, അല്ല എന്തിനാ വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയത്ത് രേവതിക്കുട്ടി മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, അയ്യോ ഷെറിൻ ചേച്ചി അല്ലേ ഇത് എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഗ്രേസമ്മയും മാമച്ചായനും ആകെ വീട്ടിലേറ്റതുപോലെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് തന്നെ ആൻസി റൂമിൽ നിന്ന് ഓടി ഷെറിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ആൻസി ഓടി വന്നിട്ട് ഷെറിനെ ബലമായി പിടിച്ച് വലിച്ച് റൂമിലേക്ക് കൊണ്ടുപോവാണ്. ഷെറിനാണെങ്കിൽ പോകാൻ കൂട്ടാക്കുന്നില്ല. ഇടിവെട്ടേറ്റതുപോലെ ഷോക്കായിട്ട് നിൽക്കുകയാണ് ഗ്രേസമ്മയും മാമച്ചാനും രേവതിക്കുട്ടിയും. ഇങ്ങനെ രേവതിക്കുട്ടിയാണെങ്കിൽ ഷെറിനെ കൊണ്ടുപോകുന്നത് ഒന്നുകൂടെ മുന്നോട്ട് വന്ന് നോക്കുന്നുണ്ട്. ആൻസി ആണെങ്കിൽ ഷെറിനെ റൂമിലേക്ക് ആക്കിയിട്ട് കതക് കുറ്റിയിടുകയാണ്.
ആൻസി അതിനുശേഷം ഫോൺ എടുത്തിട്ട് റോബിയെ വിളിക്കുകയാണ്. റോബിച്ചായ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണേ, ഷെറിന് ഇത്തിരി കൂടുതലാണ്, ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരും, ഞാൻ പിടിച്ചിട്ട് നിൽക്കുന്നില്ല, ഞാൻ ദേ ആൽബിച്ചായനെ കൂടി വിളിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും പെട്ടെന്ന് വരണേ, ഇവിടെയാണെങ്കിൽ 2-3 ഗസ്റ്റ് വന്നിട്ടുണ്ട്, ആരാണെന്ന് ചോദിക്കാൻ പോലും സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ റൂമിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഷെറിനാണെങ്കിൽ എടി എന്നെ തുറന്നു വിടടി എന്ന് പറഞ്ഞ് അലറിക്കൊണ്ടിരിക്കുകയാണ്. ദേ റോബിച്ചായൻ ഇപ്പോൾ വരും, നീ ശബ്ദം ഉണ്ടാക്കാതെ അവിടെ ഇരിക്കുക എന്ന് പറയുമ്പോൾ വരാൻ പറ, എല്ലാവരോടും വരാൻ പറ എന്നൊക്കെ പറഞ്ഞ് അലറി വിളിക്കുകയാണ് ഷെറിൻ. റോബിച്ചായനെ വിളിച്ചിട്ടുണ്ടെന്ന് പറയുമ്പം വരാൻ പറ എന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ്. ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൻ, രണ്ടിലൊരാളെ ജീവിച്ചിരിക്കുള്ളൂ, എനിക്ക് രണ്ടിലൊന്ന് ഇന്ന് അറിയണം എന്നൊക്കെ പറഞ്ഞ് അലറി വിളിക്കുകയാണ് ഷെറിൻ. ആൽബിച്ചായനെ വിളിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് ആൻസി എനിക്ക് ആരെയും കാണണ്ട എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നുണ്ട്. എന്നിട്ട് തുറക്കടി, വാതിൽ തുറക്കുക എന്ന് പറയുമ്പോൾ ഞാൻ തുറക്കാം, പക്ഷേ ഓടരുത്, ഇവിടെ 2-3 ഗസ്റ്റ് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് അവരെ അറിയാം, എനിക്ക് എല്ലാവരെയും അറിയാം എന്ന് പറഞ്ഞ് അലറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ വീണ്ടും ആ വോയിസൊക്കെ കേൾക്കുന്നതാണ്. ബാലചന്ദ്രൻ ആ വോയിസ് വീണ്ടും കേട്ടിങ്ങനെ ആകെ തരിച്ചിരിക്കുക കേട്ടോ. ഭയങ്കര ദേഷ്യമൊക്കെ വരുന്നുണ്ട് ബാലചന്ദ്രന്. വീണ്ടും ആ വോയിസ്, രേവതിക്കുട്ടിയുടെ വോയിസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പരട്ട പെണ്ണുമ്പിള്ളെ, ഞാൻ ആരാണെന്ന് അറിയാമോ? നിങ്ങൾ 22 വർഷം മുൻപ് ഈ പെറ്റ് തള്ളിയ മകളാണ് ഞാൻ. നിങ്ങളെ ഒന്ന് കാണാനും നിങ്ങളുടെ കൂടെ ജീവിക്കാനും കൊതിച്ച് വന്നതാണ്. എനിക്ക് കൊതി തീർന്നു, എനിക്ക് തൃപ്തിയായി, ഞാൻ പോവുകയാണ്, ഇനി ഒരിക്കലും തമ്മിൽ കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേണം ചേച്ചി പോരാൻ എന്ന് പറഞ്ഞ ആ ഡയലോഗ്, നമ്മുടെ വോയിസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും കേൾക്കുന്നുണ്ട്. എല്ലാം കേട്ടിട്ട് ആകെ തകർന്നു പോവാണ് ബാലചന്ദ്രൻ. കേട്ട വോയിസിനെ വീണ്ടും കേട്ട് ബാലചന്ദ്രൻ ഒരു ഭയങ്കര ഒരു മാനസിക നില തെറ്റിയതുപോലുള്ളൊരു പരാക്രമമൊക്കെ കാണിക്കുകയാണ്. ഭയങ്കര ഷോക്കായേക്കാണ് ന്യൂസൊക്കെ കേട്ടിട്ട്. പക്ഷേ ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ബാലചന്ദ്രൻ്റെ ഒരു അവസ്ഥ. ഈ ന്യൂസ് കേൾക്കുമ്പോൾ ഉള്ള ബാലചന്ദ്രൻ്റെ ആ ഒരു അവസ്ഥയും ആ ഒരു എക്സ്പ്രഷനും ആ ഒരു ആക്ടിങ്ങും ഒക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ കണ്ണ് നിറച്ച് കളയുന്ന അത്രയൊരു ഭയങ്കര ആക്ടിങ്ങാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ബാലചന്ദ്രൻ അവിടെയുള്ള കസേരയൊക്കെ ചവിട്ടി തെറിപ്പിക്കുന്നുണ്ട്, അലറിയും കൊണ്ടാണ്. അതിനുശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു ഭ്രാന്തനെ പോലെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. പിന്നീട് മിററിൻ്റെ മുന്നിലെത്തുമ്പം കണ്ണാടിയിൽ നോക്കിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ ഒരു ചിരിക്കുകയാണ്, ഒരു പരിഹാസ ചിരിക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട്, എച്ചിൽ തിന്ന പട്ടി എന്ന് പറയുന്നത് സ്വയം പറയാണ്. 22 വർഷം എന്ന് പറഞ്ഞിട്ട് ആ കണ്ണാടിയിലേക്ക് ഒരു ഒറ്റ അടി അടിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡയലോഗ്, ആ ഒറ്റൊരു ഡയലോഗിൽ തന്നെ എല്ലാവരും, എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര കണ്ണ് നിറഞ്ഞു പോയി. അത്രയും ഒരു വല്ലാത്തൊരു എക്സ്പ്രഷനും ഒരു വിഷമമൊക്കെ അനുഭവിക്കുകയാണ് ബാലചന്ദ്രൻ ആ സമയത്ത്. പിന്നീട് കാണിക്കുന്നത് വീണ്ടും ഷെറിൻ്റെ വീട് തന്നെയാണ്. ഷെറിൻ വീണ്ടും ഒരു ഭ്രാന്തിയെ പോലെ റൂമിൽ നിന്ന് ഇറങ്ങി ഓടി ഇവരുടെ മുന്നിലേക്ക് വരികയാണ്. ഗ്രേസമ്മയുടെ മാമച്ചാൻ്റെ രേവതിക്കുട്ടീൻ്റെ മുന്നിലേക്ക് വരികയാണ്. മുന്നിൽ വന്നിട്ട് അവരിങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് അടുത്തേക്ക് വന്നിട്ട് ഗ്രേസമ്മയോട് ചോദിക്കുകയാണ്, എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ കൊന്നോ എന്ന് ചോദിക്കുകയാണ്. ഗ്രേസമ്മ ആകെ ഷോക്കായി പോവാണ്. വീണ്ടും ചോദിക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ കൊന്നോ, എൻ്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് താ എന്നൊക്കെ പറയാണ്. ആ സമയത്ത് ആൻസി ഓടി വന്നിട്ട് പിടിക്കുകയാണ്. നീ എന്താ ഈ പറയുന്നത്? കുഞ്ഞിനെ തരാം, നീ ഇങ്ങോട്ടേക്ക് വാ, ഇവരൊക്കെ ആരാണെന്ന് അറിഞ്ഞിട്ടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഇവരെ എനിക്കറിയാം, എന്നെ വിട് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മാമച്ചാൻ്റെ മുന്നിലേക്ക് കൈ നീട്ടിക്കൊണ്ട് ചെല്ലണം. എൻ്റെ കുഞ്ഞിനെ എന്താ ചെയ്തേ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അലറി വിളിക്കുകയാണ്. ആൻസി ആണെങ്കിൽ ഷെറിനെ വലിച്ചു പിടിച്ച് വീണ്ടും കൊണ്ടുപോകുമ്പോൾ വീണ്ടും ഷെറിന് നമ്മുടെ രേവതിക്കുട്ടിയുടെ നേരെ കൈ കൊണ്ടിക്കൊണ്ട്, ദേ ഇവളാണ് എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയത്, എൻ്റെ കുഞ്ഞിനെ എനിക്ക് തന്നേക്കുന്നത്, എനിക്ക് എന്താ വേണ്ടത്, ഈ വീട് വേണോ, ഞാൻ തരാം, എല്ലാം ഞാൻ നിനക്ക് തരാം, എനിക്ക് എൻ്റെ കുഞ്ഞിനെ മാത്രം അതിൻ്റെ കുഞ്ഞിനെ എനിക്ക് താ എന്ന് പറഞ്ഞ് അലറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻസി ഷെറിനെ ബലമായി പിടിച്ചുകൊണ്ട് വീണ്ടും റൂമിലേക്ക് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്ത് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ഈ ഷെറിൻ ചേച്ചി എന്താ ഒരു ഭ്രാന്തിയെ പോലെ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗ്രേസമ്മയും ആകെ അങ്കലാപ്പിൽ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട്, നമ്മൾ വന്ന സമയം ശരിയായില്ല എന്ന് പറയണം. നമുക്കൊരു കാര്യം ചെയ്യാം, എന്നാൽ തിരിച്ചു പോയാലോ എന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോൾ, തിരിച്ചു പോവാനോ എന്ന് ചോദിക്കുകയാണ് രേവതിക്കുട്ടി. നമ്മൾ എന്തിനാ വന്നതെന്ന് ആൻറ്റി മറന്നു പോയോ എന്ന് ചോദിക്കുകയാണ് രേവതിക്കുട്ടി. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഒരു ബൈക്ക് വരുന്ന സൗണ്ട് കേൾക്കുന്നത്. അതിൽ നിന്ന് റോബിനാണ് ഇറങ്ങുന്നത്. ഫോൺ എടുത്തുകൊണ്ട് ആൽബിച്ചായനെ വിളിക്കുന്നുണ്ട്. ആൽബിച്ചായൻ, ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്, ഞാൻ അവളെ കൊണ്ടുപോവാണ്, ആൽബിച്ചായൻ പുറകെ വന്നാൽ മതി, ഇവിടെ ആരൊക്കെയോ വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ഗ്രേസമ്മയും മാമച്ചാനെയും രേവതിക്കുട്ടിയും കണ്ടിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ, നിങ്ങൾ എവിടെ നിന്നാണ്, ആരാ എന്നൊക്കെ ചോദിക്കുമ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട്, ഞങ്ങൾ എറണാകുളത്ത് നിന്നാണ്
വരുന്നത്. മുല്ലക്കാനകത്ത് നിന്ന് ഇങ്ങനെ പറയുമ്പോൾ തന്നെ റോബിക്ക് ആളെ മനസ്സിലാണ്. ഓ നിങ്ങളാണോ, നിങ്ങളെന്തിനാ ഇപ്പം ഇങ്ങ് വന്നത്, ഇവിടുത്തെ കളി കാണാനാണോ എന്ന് ദേഷ്യത്തോട് കൂടിയിട്ട് ചോദിക്കുകയാണ്. ഒന്നും പറയാതെ നിൽക്കുകയാണ് മാമച്ചാനും ഗ്രേസമ്മയും. ആ സമയത്ത് തന്നെ ഷെറിൻ്റെ സൗണ്ട് കേൾക്കണം, എന്നെ വിടടി വിടടി എന്ന്. റോബി ചായ ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നേ, കൊണ്ടുപോകണ്ടേ എന്ന് ആൻസിയും പറയുന്നുണ്ട്. പെട്ടെന്ന് റോബി അകത്തേക്ക് പോവാണ്. റോബിനും ആൻസിയും കൂടി ചേർന്ന് ഷെറിനെ ബലമായി പിടിച്ചുകൊണ്ട് വരികയാണ്. ഇപ്പോൾ കൈയൊക്കെ പുറകിൽ കെട്ടിയിട്ടുണ്ട്. കൊണ്ടുവരുന്ന സമയത്ത് ഷെറിൻ ഗ്രേസമ്മയുടെ മാമച്ചാനോട് നോക്കി പറയുകയാണ്, എന്നെ കൊല്ലാൻ കൊണ്ടുപോവാണ്, എൻ്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞു എന്ന് പറയുന്നത്. അപ്പോൾ റോബിനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞില്ലേ, എൻ്റെ കുഞ്ഞ് എവിടെ നിന്നൊക്കെ ചോദിക്കുമ്പോൾ ആര് കൊന്നു നിൻ്റെ കുഞ്ഞിനെ എന്നൊക്കെ പറയണം റോബിൻ. അപ്പോൾ മാമച്ചാനോടൊക്കെ ഇങ്ങനെ പറയണം, എന്നെ കൊല്ലാൻ കൊണ്ടുപോവാണ്, എല്ലാവരോടും അറിയിക്കണം കേട്ടോ, എല്ലാവരോടും പറയണേ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വലിച്ചഴിച്ച് കൊണ്ടുപോവാണ്. ഇനി നമ്മൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ഗ്രേസമ്മ ചോദിക്കുമ്പോൾ, നിൽക്കുക അവരെന്താ ചെയ്യുന്നത്, കാണാൻ പോട്ടെന്ന് രേവതിക്കുട്ടി അതേ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ പുറകെ തന്നെ രേവതിക്കുട്ടി ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഷെറിൻ രേവതിക്കുട്ടിയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, നീ അല്ലേടി എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയത്, എൻ്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് നീ അല്ലേ, എൻ്റെ കുഞ്ഞിനെ താ എന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ്. ആൻസിയും റോബിനും കൂടെ കാറിലേക്ക് കൊണ്ടുപോയി എത്തണം. ആ സമയം ഒരു ജീപ്പ് വരികയാണ്. ആ ജീപ്പിൽ നിന്ന് ആൽബിച്ചാൻ ഇറങ്ങാം കേട്ടോ. അപ്പോൾ ആൽബിച്ചാൻ ഞങ്ങളുടെ കൂടെ പുറകെ വന്നാൽ മതിയെന്ന് റോബിൻ പറയുമ്പോൾ, ഞാനും നിങ്ങളുടെ കൂടെ വരികയാണെന്ന് ആൽബിച്ചാൻ പറയുന്നുണ്ട്. ഇത് ആരുടെ കണാപ്പാന്ന് ചോദിക്കുകയാണ് മാമച്ചായൻ്റെ കാറ് കണ്ടിട്ട്. അത് ആ എറണാകുളത്ത് നിന്ന് വന്ന അവരുടേതാണ്, ഷെറിനെ പണ്ട് കല്യാണം ആലോചിച്ചില്ലേ അവരുടേതാണെന്ന് പറയണം. അവർ എന്നാ കാണിക്കാനാണ് ഇപ്പം ഇങ്ങോട്ട് എഴുന്നള്ളിയത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്കറിയാൻ മേല, ഞാൻ ചോദിച്ചില്ല എന്ന് പറയണം, ഇതൊന്ന് എടുത്ത് മാറ്റാൻ പറ എന്ന് പറയുമ്പോൾ മാമച്ചാൻ കാറ് മാറ്റാനായിട്ട് പോവുകയാണ്. ഷെറിനാണെങ്കിൽ കാറിൽ കിടന്ന് അലറി വിളിക്കുകയാണ്, തുറന്ന് വിടടി, എന്നെ പുറത്തേക്ക് ഇറക്കി വിടടി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അലറി വിളിക്കുകയാണ്. മാമച്ചായൻ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ആൽബി ചോദിക്കുന്നുണ്ട്, ഇതെന്താണ് ഇവിടെ വഴിയിൽ കൊണ്ടുവന്നിട്ടേക്കണം, ഒരു മര്യാദ വേണ്ടേ, ഇപ്പം മാറ്റിയിടാമെന്ന് പറയണം, പെട്ടെന്ന് മാറ്റിയിട് എന്ന് പറയണം. അങ്ങനെ മാമച്ചാൻ കാറ് മാറ്റിയിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ, നിങ്ങൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുകയാണ്. ഞങ്ങളെ മനസ്സിലായോ ചോദിക്കുമ്പോൾ, പിന്നെ മനസ്സിലാവാതെ നിങ്ങളല്ലേ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയതെന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ, ഓ നിങ്ങളൊന്നും ചെയ്തില്ലല്ലോ, ചെയ്തവൻ അങ്ങോട്ട് പോയല്ലോ, അനുഭവിക്കുന്നത് ഞങ്ങളല്ലേ, 4 കൊല്ലമായിട്ട് ഇതാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്, അല്ലാതെ വേറെ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ എന്നൊക്കെ പറയണം ആൽബി. ആ സമയത്ത് മാമച്ചാൻ പറയുന്നുണ്ട്, ഞങ്ങൾ ഷെറിൻ്റെ സുഖവിവരം അന്വേഷിക്കാൻ വന്നതാന്ന് പറയുമ്പോൾ, 4 കൊല്ലമായിട്ട് വരുന്നത് ഇപ്പോഴല്ലേ, കണ്ടല്ലോ അവളുടെ കോലം കണ്ടല്ലോ എന്ന് പറഞ്ഞ് ആൽബിയും ചെന്ന് കാറിലേക്ക് കയറുകയാണ്. അങ്ങനെ ഷെറിനെയും കൊണ്ടിട്ട് ആൽബിയും റോബിനും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. നമ്മുടെ ഗ്രേസമ്മയും രേവതിക്കുട്ടിയും ആകെ വിഷാദത്തോട് കൂടിയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നീട് ആൻസി അവരെ വീടിൻ്റെ അകത്തേക്ക് തന്നെ ക്ഷണിക്കുകയാണ്, വരൂ അകത്തേക്ക് വരൂ, ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ് സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങ് പോയാലോ എന്ന് ആലോചിക്കുകയാണ്, അങ്ങനെ കരുതി നിന്നതാന്ന് പറയുമ്പോൾ, അല്ല നിങ്ങൾ എന്തിനാ വന്നതെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ആൻസി. അതിനിപ്പോൾ പറയണമെന്നാണ് ആലോചിക്കുന്നത്, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്നിങ്ങനെ പറയണം. അത് കേട്ട് നിൽക്കുന്ന ആൻസിയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൽ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഗ്രേസമ്മ ഷെറിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആൻസിയോട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ബാലചന്ദ്രനാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ ഒരവസ്ഥയിൽ പോവുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റോറി ഉടനെ തന്നെ ഞാൻ പറഞ്ഞ് അപ്ലോഡ് ചെയ്യാം കേട്ടോ, നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി.